നമ്മുടെ ഇന്നത്തെ ഐറ്റം തുടങ്ങാൻ പോവാണ്. കുറച്ച് ട്രെൻഡ് ഔട്ടായ സാധനമാണ്, എന്നാലും വേണ്ടിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇന്ന് ഇഫ ചിക്കൻ. അതിന് നമ്മൾ ആദ്യം തന്നെ ചിക്കനെ നല്ലോണം ചാമ്പ് കുറച്ച് നമുക്ക് വെട്ടുമുറിയൊക്കെ അത് കൊടുക്കാം. ചിക്കൻ നല്ല രീതിയിൽ അങ്ങോട്ട് നമുക്ക് അടുത്തിട്ട് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്, മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഉപ്പുണ്ട്, ഗരം മസാല ഉണ്ട്. നമ്മൾ കുറച്ച് തൈര് ഒഴിക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് സൂപ്പ് വയ്ക്കാം. എന്നിട്ട് നല്ലോണം കൂട്ടി വയ്ക്കാം. നമ്മൾ ഈ നമ്മൾ നല്ലോണം അങ്ങോട്ട് വാരി പൊത്താം. വാരി പൊത്തിയിട്ട് സൈഡും അത് നമ്മൾ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഞാനിതൊരു മണിക്കൂർ വെക്കാൻ പോവാണ്. നമുക്ക് എന്നിട്ട് കാണാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 2 മുട്ടയുടെ വെള്ള, 3 നെല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് 2 ചീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്സ 4 to 6 സ്പൂണ് ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിൽ അടിച്ചെടുത്ത് തരാം. ഇനി നമുക്ക് ചിക്കൻ ചുട്ട് വരാം. നല്ലത് ഇതാകുമ്പോൾ ഇതിലേക്ക് മറ്റേ വൈറ്റ് സോസ് വയ്ക്കും. ചെസ്റ്റ് പീസ് എടുത്താൽ സെറ്റാണ്, അല്ലാത്ത പീസും വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മളുടെ ചിക്കൻ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് കണ്ടോ, നോക്ക് ചിക്കൻ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് കണ്ടോ പീസായി വന്ന്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിലേക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ചേരം ഇങ്ങനെ നടക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സോ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുമ്പോൾ അതൊരു പൊങ്ങച്ചെന്നറിയില്ല. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? മസാല നല്ല അടിപൊളിയാണ്. ചിക്കൻ അപ്പം നേരത്തെ ചിക്കൻ ഉണ്ടായിരുന്നു എടുത്ത ഇഷ്ടമായോ? ഇത് ശരിക്കും ചിക്കനും എടുത്ത് ഇതിൻ്റെ മസാലയും കൂട്ടി നല്ല ഇത് പക്ഷെ ചെസ്റ്റ് പീസിന് കാണുന്നൊന്നും ഇല്ല കേട്ടോ. എല്ലാ പീസും പറ്റും. പക്ഷെ എന്താ എഴുതാതെ ഭയങ്കര സ്മൂത്തായിട്ട് അതിന് ചെസ്റ്റ് പീസ് ആക്കി അടിപൊളി.